പകൽ വാഴും പെരുമാളിൽ രാജ്യഭാരം 15 നാഴിക മാത്രം. സന്തോഷിക്കാനുള്ള കൊച്ചു കാര്യങ്ങൾ നിങ്ങൾ സന്തോഷിക്കുക. അല്ല, ഞാനിപ്പോൾ പറഞ്ഞത് കേൾക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം കേൾക്കുക. സന്തോഷിക്കാനുള്ള സമയം നിങ്ങൾ തന്നെ കണ്ടെത്തുകയാണ് പറഞ്ഞത്. തടവറയിൽ പെട്ട് കഴിഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. സ്വന്തം വീട്ടിലായാലും പിന്നെ ഏത് സ്ഥാപനത്തിലായാലും എല്ലാത്തിലും പകൽവാടും രാജ്യഭരണം കണ്ടക്ടർമാര് കുറച്ചും കൂടിയും മാന്യമായിട്ട് പെരുമാറണം എന്നുള്ളൊരു പിന്നെ കമൻറ്റ് കണ്ടു. ഗണേഷ് കുമാർ ഏതോ പത്ര സമ്മേളനത്തിൽ ഒരു ഇത് പറയണ്ടായി. മോശമായിട്ടുള്ള അഭിപ്രായം തന്നെയാണ് KSRTC കണ്ടക്ടർമാരെ കുറിച്ചിട്ട് ഇപ്പോഴും വരുന്നത് കേട്ടോ. എന്നാൽ പ്രൈവറ്റ് ബസ്സുകാരെ കുറിച്ച് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് നിങ്ങൾ കേട്ടോ? അതാണ് പിന്നെ കോർപ്പറേഷൻ സ്കൂളിൽ പഠിച്ചതും കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ചതിൻ്റെ വ്യത്യാസം. മാനുഷികമായിട്ടുള്ള പരിഗണന കൊടുത്തിട്ടില്ലെങ്കിൽ പ്രതികരിക്കും. എല്ലാവരും പ്രതികരിക്കും. അവിടെ ആരാണ് എന്താണെന്നൊന്നും നോക്കൂല, എടുത്തടിച്ച് കൊടുക്കും. കാരണം ഇപ്പോഴത്തെ കാലം നിങ്ങൾക്ക് അറിയാലോ, ചെറുതായിട്ട് വാക്കൊന്ന് പഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈരാഗ്യത്തോടു കൂടി കാണുന്ന ലോകമാണ്. അപ്പോൾ നിങ്ങൾ എന്നുള്ളൊരു വാക്ക് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്നുള്ളൊരു വാക്ക് എന്താ എടുത്ത് ഉപയോഗിക്കുക. നമ്മൾ എല്ലാവരും നമ്മളാണ്, നമ്മൾ ഒറ്റക്കെട്ടാണ്, നമ്മൾ ഒറ്റയ്ക്കല്ല. അപ്പോൾ അതും കൂടി നിങ്ങൾ ചിന്തിച്ചിട്ട് പെരുമാറിക്കൊള്ളൂ. ഇതിൽ പണി പാലുമളത്ത് കിട്ടും. നമ്മളെത്തുന്നല്ല കേട്ടോ, ഇത് മൊത്തത്തിലുള്ളൊരു അഭിപ്രായം പറയുന്നത്. ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒന്നോ നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ മരിക്കുക എന്നാണ് മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ മരിക്കാൻ എല്ലാവർക്കും പേടിയാണ് ശരിക്കും, അല്ലേ? മരിക്കാൻ പേടിയുണ്ടെങ്കിൽ മരിക്കാതിരിക്കുക. അപ്പം ജീവിക്കാനും ഒരാളും സമ്മതിക്കില്ലെങ്കിൽ നിങ്ങൾ സ്വയം മരിക്കുക. അതന്നെയാണ് പിന്നെയും പറഞ്ഞത്. എത്രയോ ആൾക്കാർ തടവറയിൽ പെട്ട് കഴിഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. സ്വന്തം വീട്ടിലായാലും പിന്നെ ഏത് സ്ഥാപനത്തിലായാലും എല്ലാത്തിലും ചില ന്യൂസിലൊക്കെ കാണാറുണ്ട്. പക്ഷേ അവിടുന്നൊക്കെ നമുക്ക് പൊട്ടിച്ചെറിഞ്ഞ് പോരാൻ കഴിയാണ്ടല്ല, അത് അവർ സമ്മതിക്കാണ്ടാണ്. പകൽ വാഴും പെരുമാളിൽ രാജ്യഭാരം 15 നാഴിക മാത്രം. സന്തോഷിക്കാനുള്ള കൊച്ചു കാര്യങ്ങൾ നിങ്ങൾ സന്തോഷിക്കുക. അല്ല, ഞാനിപ്പോൾ പറഞ്ഞത് കേൾക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം കേൾക്കുക. നമുക്കൊക്കെ എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്. നമ്മൾ സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ മാറ്റിവെച്ച് നമ്മൾ ദുഃഖത്തിലേക്കുള്ള കാരണങ്ങൾ തേടിപ്പോണത്. അത് ഞാൻ ആരെയും ഏത് ആൾക്കാരെയും എടുത്ത് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു വാർത്തയാണ്, ഒരു പോസ്റ്റാണ്. അതെങ്ങനെയാണ് പറയണത്? പകൽ വാഴും പെരുമാളിൻ രാജ്യഭാരം 15 നാഴിക മാത്രം. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ളതൊക്കെ നിങ്ങൾ ആ 15 നാഴിക കൊണ്ട് സന്തോഷിക്കാം. അത് നമുക്ക് കുറച്ച് മാത്രമുള്ളൂ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ഉടയ തമ്പുരാൻ അനുവദിച്ച് തന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കൂടുതലും നമ്മൾ ജോലിയുടെ ഭാരം കൊണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ
അതേപോലെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ ഓരോ തരം പ്രശ്നങ്ങളിലേക്കാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ചിന്തിക്കണമെന്ന് മാത്രം ഞാൻ എടുത്തു പറയുന്നില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ പണമുള്ളവന് കോടീശ്വരനാണ്, പണമില്ലാത്തവന് സാധാരണക്കാരനാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും വേണ്ടത് സമാധാനം തന്നെയാണ്. അതെപ്പോഴും ഓരോത്തിലും നമ്മൾ ഓരോന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സമാധാനത്തെക്കുറിച്ച് മാത്രമാണ് എന്തിലും. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള സമയം നിങ്ങൾ തന്നെ കണ്ടെത്തുകയാണ് പറഞ്ഞത്. നമ്മളൊക്കെ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ മാതാവിൻ്റെയും പിതാവിൻ്റെയും അകമ്പടിയോട് കൂടിയാണ് നമ്മൾ 5-10 വയസ്സ് വരെ നമ്മൾ ജീവിക്കുക. അതായത് അതിനുശേഷം നമ്മൾ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ നമ്മളവിടെ ടീച്ചറിൻ്റെയും ആ ടീച്ചേഴ്സിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് നമ്മൾ പഠിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ജോലിയായി കഴിഞ്ഞാൽ ജോലിയുടെ ഭാരത്തിലും ആ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാരത്തിലും നമ്മൾ ജീവിക്കുകയാണ്. അവിടെയും നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടുന്നില്ല ഇപ്പോഴത്തെ കാലത്ത്. അതിനുശേഷം നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ ശേഷം ആ വീട്ടുകാരും അല്ലെങ്കിൽ ആ ഭർത്താവിൻ്റെ വീട്ടുകാരും അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും സുരക്ഷിതത്തിലായിരിക്കും, ഇല്ലെങ്കിൽ അവരുടെ മേൽനോട്ടത്തിലായിരിക്കും പിന്നീടുള്ള നിങ്ങളുടെ ജീവിതം. അപ്പോഴും നിങ്ങൾക്ക് സന്തോഷിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടികളുടെ സംരക്ഷണത്തിലായിരിക്കും നിങ്ങൾ. കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക. പിന്നെ അതേപോലെ ആ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ വയസ്സായ മാതാപിതാക്കളെ നോക്കേണ്ട ചുമതല കൂടിയും നിങ്ങൾക്കുണ്ട്, രണ്ടുപേർക്കും, ആണിനായാലും പെണ്ണിനായാലും. പിന്നെ അപ്പോഴേക്കും നിങ്ങൾക്ക് സന്തോഷിക്കണം എന്നൊരു സമയം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ മേളിൽ നിന്നുള്ള വിസ പെട്ടെന്ന് മൂപ്പര് അടിച്ചിറക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം ചെറിയൊരു ജീവിതം മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ കണക്കിലിത് സെക്കൻഡുകൾ കൊണ്ടുള്ള ജീവിതം മാത്രമാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടണോ, എന്തൊക്കെയോ പറഞ്ഞു നടക്കണോ, എന്തൊക്കെയോ തിരഞ്ഞു നടക്കണോ, ആരുടെയൊക്കെയോ പിന്നെ എന്താ പറയുക ഉത്തരവാദിത്വത്തിൽ, ഇല്ലെങ്കിൽ ബ്ലാക്ക് മെയിലിൽ, ഭീഷണിയിൽ, സ്നേഹത്തിൽ, വഞ്ചനയിൽ, എല്ലാത്തിലും നമ്മൾ പോയിപ്പെടുകയാണ്. ഇതിപ്പോൾ ഞാനെന്നും സഞ്ചരിക്കാറുള്ളൊരു റോഡാണിത്. പക്ഷേ ഈ റോഡിൽ എന്തൊക്കെ വരും എന്ന് നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ സന്തോഷിക്കാൻ കിട്ടുന്ന ഒരു ചെറിയ നിമിഷമാണെങ്കിൽ പോലും നിങ്ങൾ ഉള്ളു തുറന്ന് ചിരിക്കുക. അത് നിങ്ങളെ സമാധാനത്തിലേക്ക് നയിക്കുന്ന പറയണേ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ഭൂമിയിലേക്ക് വന്നത് ഒറ്റയ്ക്കാണ്. അതിനുശേഷമാണ് നമുക്ക് കൂടപ്പിറപ്പുകളും കൂട്ടുകാരും ബന്ധങ്ങളും ഭാര്യയും കാമുകിയും എല്ലാവരും നമുക്ക് അതിനുശേഷം മാത്രമാണ് വന്നത്. ഇത് നമ്മൾ പോകുമ്പോൾ ഇവരൊന്നുമില്ലാതെയാണ് നമ്മൾ പോണത്. വേറെ എവിടേക്കോ ആണ് നമ്മൾ പിന്നീട് ജീവിക്കുന്നത്. അനശ്വരമായ ആത്മാവിന് മരണമില്ല എന്നാണ് പറയുക. അത് വേറെ മറ്റെവിടെയോ നമ്മുടെ ബന്ധുക്കാരെ, കുടുംബങ്ങളെ, കൂട്ടുകാരന്മാരെ, കാമുകിയെ, ഭാര്യയെ എല്ലാവരെയും ഒഴിവാക്കിയിട്ട് നമ്മൾ വേറെ എവിടെയോ ജീവിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചെന്നോ സംഭവിച്ചില്ല എന്നോ?